അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്നാൽ ഈ സംഗീതം പഠിക്കാതെ തന്നെ ഒരാൾക്ക് എങ്ങനെ ഇത്ര നല്ല രീതിയിൽ പാട്ടുകൾ പാടാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ ജാനകിയമ്മയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ എങ്ങനെ ജാനകിയമ്മയ്ക്ക് അത് സാധിച്ചു? ജനിച്ചപ്പോൾ തന്നെ ഒരു ഗായികയായി പിറന്ന ഒരാൾ കൂടിയാണ് ജാനകിയമ്മ എന്ന് വേണം പറയാൻ. കാരണം ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറ പോലും ഇല്ലാതെ ഒരാൾ ഇത്ര നല്ല രീതിയിൽ പാട്ടുകൾ പാടുക എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം മാത്രമാണത്. അനുശ്രീ, പിതാവ് നാടക കലാകാരനായിരുന്നു. ഒരുപക്ഷെ അമ്മാവൻ, ജാനകിയമ്മയുടെ അമ്മാവൻ നാടക കലാകാരനായിരുന്നു. അമ്മാവൻ്റെ ഒരു ശിക്ഷണം ഉണ്ടായിരുന്നു. അമ്മാവൻ്റെ മകൻ അദ്ദേഹവും ഈ കലാപരമായ ജീവിതം നയിച്ച ആളാണ്. അദ്ദേഹവും ജാനകിയമ്മയെ ചെറുപ്പത്തിൽ തന്നെ ഈ കലയുടെ വഴിയിലൂടെ കൈപിടിച്ച് നടത്തി എന്നത് ശ്രദ്ധേയമാണ്. അനുശ്രീ പറഞ്ഞതുപോലെ തന്നെ ശാസ്ത്രീയമായി ഈ സംഗീതം പഠിക്കാത്ത ഒരാൾ, ഒരുപക്ഷെ SBBയുടെ കാര്യത്തിലൊക്കെ നമ്മൾ പറയുന്നത് പോലെ അടിസ്ഥാനപരമായി ശാസ്ത്രീയ സംഗീതം അങ്ങനെ ദീർഘകാലം പഠിക്കുകയും കുട്ടിക്കാലം മുതൽ പഠിച്ചു വരികയും ചെയ്യാതെ പിന്നീട് വലിയ തോതിൽ ഈ ഗാനാലാപന രംഗത്ത് അതിപ്രശസ്തരായി മാറുന്ന വ്യക്തിത്വങ്ങൾ, അങ്ങനെ ഒരാൾ തന്നെയാണ് ജാനകിയമ്മയും. മലയാളത്തിൽ മാത്രം 1200-ലേറെ പാട്ടുകളാണ് പാടിയിട്ടുള്ളത്. അതിൽ തന്നെ ബാബുരാജിൻ്റെ ഗാനങ്ങളാണ് കൂടുതൽ ആസ്വാദക ഹൃദയങ്ങളിൽ, അത് ആദ്യകാലത്തുള്ള ഗാനങ്ങളാണ്, ബാബുരാജിൻ്റെ ഗാനങ്ങളാണ് കൂടുതൽ ജനകീയമായത്. ഈ പറയുന്നത് പോലെ തന്നെ പിന്നീട് എത്രയോ സംഗീത സംവിധായകർ അങ്ങനെ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ ഗായകരും സംഗീത സംവിധായകരുമായി എത്രയോ പേർ ജാനകിയമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പറയുന്നുണ്ട്. 4 തവണയാണ് ദേശീയ പുരസ്കാരം, 4 തവണയും കേരള സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതി 11 തവണയാണ്. നമുക്ക് ആന്ധ്രയിൽ ജനിച്ച ഒരു വ്യക്തി മലയാളത്തിൽ പാടി 11 തവണ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരങ്ങൾ നേടുക എന്നത് മറ്റ് സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഏതാണ്ട് 22 പുരസ്കാരങ്ങളാണ് ഈ സംസ്ഥാനങ്ങളുടെ മാത്രം അംഗീകാരമായി ലഭിച്ചിട്ടുള്ളത്. അതിന് പുറമെയാണ് ദേശീയ അംഗീകാരം തേടിയെത്തിയത്, അല്ലെങ്കിൽ ഈ പത്മ പുരസ്കാരം തേടിയെത്തിയത്. അങ്ങനെ എത്രയോ പുരസ്കാരങ്ങൾ കൊണ്ട് ധന്യമായ ഒരു ജീവിതം. ഒരുപക്ഷെ വേദി വിട്ടുപോയിട്ടും ആസ്വാദകരുടെ ആവശ്യപ്രകാരം വീണ്ടും വേദിയിലേക്ക് എത്തുകയും പാടുകയും ചെയ്യുന്ന ജാനകിയമ്മയെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഏതാണ്ടൊരു 2017 ഏറ്റവും ഒടുവിൽ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. അതോടുകൂടി വിരമിക്കൽ പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, സംഗീതത്തിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ആളുകൾ അങ്ങനെ അവരുടെ ഒരു ജീവിത സഭ അല്ലെങ്കിൽ പൊതുവേദികളിൽ വരുന്നത് അവസാനിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ തന്നെ അത് അവസാനിപ്പിച്ച് ജാനകിയമ്മ വിശ്രമ ജീവിതത്തിലേക്ക് മടങ്ങുകയായിരുന്നു. ആന്ധ്രയിലാണ് ജനിച്ചതെങ്കിലും അവസാന നാളുകൾ കർണാടകയിലായിരുന്നു, മൈസൂരിലായിരുന്നു പേരക്കുട്ടിയോടൊപ്പം താമസിച്ചിരുന്നത്. മകൻ്റെ മരണത്തോടുകൂടി കൂടുതൽ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടുതൽ ദുഃഖത്തിലേക്ക് പോകുന്ന ഒരു നിലയുണ്ടായിരുന്നു. ഭർത്താവിൻ്റെയും പിന്നീട് മകൻ്റെ ഏക മകനാണ് ഉണ്ടായിരുന്നത്. ആ മകൻ്റെ ദുഃഖത്തോടുകൂടി മരണത്തോടുകൂടി കൂടുതൽ പ്രയാസത്തിലേക്ക് ജാനകിയമ്മ പോയിരുന്നു. പക്ഷേ എങ്കിലും സഹപ്രവർത്തകരും പഴയകാല സുഹൃത്തുക്കളും ഒക്കെ തന്നെ സംഗീത സംവിധായകർ ഉൾപ്പെടെയുള്ള ആളുകളും ഒക്കെ തന്നെ പലപ്പോഴും ജാനകിയമ്മയെ സന്ദർശിക്കുകയും കുശലാന്വേഷണം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ആ തരത്തിലുള്ളൊരു ജീവിതം നമുക്കറിയാം. സ്റ്റേജിലൊക്കെ വരുമ്പോൾ കയ്യിലൊരു ചെറിയ ഡയറി ഉണ്ടാകും, അതിലാണ് ഈ വരികൾ എഴുതി വെച്ചിട്ടുള്ളത്. ഒരുപക്ഷെ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ വരുന്ന ഈ ടച്ച് സ്ക്രീനൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ജാനകിയമ്മയുടെ കയ്യിൽ ഒരു ചെറിയ ഡയറി ഉണ്ടാകും, ഒരു കുഞ്ഞു ബുക്കുണ്ടാകും. ആ ബുക്കിലാണ് പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ടാകുക. സാധാരണ നിലയിൽ ഒരു 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 വലിയ ആഡംബരമൊന്നും ഇല്ലാതെയാണ് വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത്. വെള്ള നിറത്തിലുള്ള സാരിയൊക്കെ ആയിരിക്കും ഉടുക്കുന്നത്. ആ തരത്തിൽ നര പിടിച്ച മുടിയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ജാനകിയമ്മ അത് എല്ലാ കാലത്തും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു ചിത്രമാണ്. എത്ര വികാരങ്ങളിലൂടെയാണ് ആ ശബ്ദം നമ്മളെ കൊണ്ടുപോയിട്ടുള്ളത്, എത്ര മനോഹരമായിട്ടാണ് പാടിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പാട്ടുകളൊക്കെ തന്നെ എക്കാലത്തും സ്മരിക്കുന്നതാണ്. ശ്രോതാക്കൾ ഉള്ളിടത്തോളം കാലം, ആ ലോകമുള്ളിടത്തോളം കാലം ആ പാട്ടുകളെല്ലാം തന്നെ നിലനിൽക്കും. അതിലൂടെ ജാനകിയമ്മ ഇനിയും ജീവിക്കും. ശ്രീ, പാട്ടിൻ്റെ വാനമ്പാടി ജാനകിയമ്മ നമ്മളെയൊക്കെ വിട്ട് പോയിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികളോടെയാകും നടക്കുക. ഇനി ഒരിക്കലും ഒരുപക്ഷെ നമുക്ക് ജാനകിയമ്മയുടേതിന് സമാനമായൊരു ശബ്ദം കേൾക്കാൻ സാധിച്ചെന്ന് വരില്ല. അത്രത്തോളം വ്യത്യസ്തമായൊരു ശബ്ദത്തിനുടമയായിരുന്നു ജാനകിയമ്മ എന്ന് വേണം പറയാൻ. ഇനി പാട്ടുകളിലൂടെ ജാനകിയമ്മയെ നമുക്ക് ഓർക്കാമെന്നുള്ളതാണ്. വിനോദ്, ഈ സംസ്കാരത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ എത്ര മണിയോടെ ആയിരിക്കും സംസ്കാരം ഉണ്ടാവുക? അതുപോലെ തന്നെ പൊതുദർശനം എത്ര മണിയോടെ ആരംഭിക്കാനാകും സാധ്യത? അല്പസമയത്തിനകം പൊതുദർശനം ആരംഭിക്കും. മൈസൂരു
മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലാണ് പൊതുദർശനത്തിനായി കൊണ്ടുവരിക. സംസ്കാരം തീരുമാനിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. പൊതുദർശനത്തിന് ശേഷം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഉച്ച കഴിഞ്ഞ് കനയഹുടി ഫാം ഹൗസിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ പൊതുദർശനം നടക്കുന്നതിന് സമീപം തന്നെയാണ്. ആന്ധ്രയിലാണ് ജനിച്ചതെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിൻ്റെ സായന്തനമെല്ലാം തന്നെ കർണാടകയിലായിരുന്നു. ആ തരത്തിലായിരുന്നു. പേരക്കുട്ടിയോടൊപ്പമായിരുന്നു ജീവിതം. കഴിഞ്ഞ ദിവസമാണ് ഈ മരണം സംഭവിച്ചത്. 88 വയസ്സായിരുന്നു. വീട്ടിൽ കുഴഞ്ഞു വീണ എസ് ജാനകിയെ അപ്പോളോ BGS ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. രാത്രി 7:30 കൂടിയാണ് അന്ത്യം സംഭവിച്ചത്. ജനുവരിയിലാണ് ഏകമകനായിരുന്ന മുരളീകൃഷ്ണയുടെ മരണം സംഭവിച്ചത്. അതിനുശേഷം വളരെ വിഷാദത്തിലായിരുന്നു. ഒരു മകൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭർത്താവ് നേരത്തെ മരണപ്പെട്ടിരുന്നു. അതിനുശേഷം വളരെ ദുഃഖിതയായിരുന്നു എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഇങ്ങനെ ഈ ഉള്ള ചടങ്ങുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായത്. ഇപ്പോൾ പൊതുദർശനത്തിന് വേണ്ടിയുള്ള ചടങ്ങുകൾ, ഇനി അതിനുശേഷമുള്ള സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ജാനകി അമ്മയുടെ വിയോഗത്തിൽ അനുസ്മരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഒരുപക്ഷെ മലയാളത്തിൽ നിന്നടക്കം പ്രധാനപ്പെട്ട ആളുകൾ സംസ്കാര ചടങ്ങുകളിലേക്ക് എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു യാത്രയയപ്പ് കർണാടക സർക്കാർ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടിയുള്ള വിടവാങ്ങൽ ചടങ്ങാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സംസ്കാരത്തിന് അങ്ങനെയുള്ള ഔദ്യോഗിക ബഹുമതി നൽകും. അതിനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. അനുശ്രീ, യെസ്, ജാനകി അമ്മ ഓർമ്മയാകുമ്പോൾ ഓരോ സംഗീതാസ്വാദകനും മനസ്സിൽ സ്വന്തം വീട്ടിൽ ഒരാൾ ഇല്ലാതാകുന്ന ഒരു പ്രതീതിയായിരിക്കും ഉണ്ടാവുക. കാരണം അത്രത്തോളം ആ സംഗീതവും ആ ശബ്ദവും മലയാളികൾക്കിടയിലേക്ക് മറ്റൊരു ഭാഷയിലാണെങ്കിലും മറ്റൊരു ദേശത്താണ് ജനിച്ചതെങ്കിലും ആ ശബ്ദവും ആ സംഗീതവും ഒക്കെ മലയാളികൾ അത്രത്തോളം ആഴ്ന്നിറങ്ങി എന്നുള്ളതാണ്. ഇനി വരും നാളുകളിലൊക്കെ അതൊരു ഓർമ്മയായി നമ്മുടെ ഉള്ളിൽ അവശേഷിക്കും. അത്രത്തോളം ജാനകി അമ്മ, എസ് ജാനകി എന്ന പേര് തലമുറകൾക്കപ്പുറം, തലമുറകൾ മറികടന്ന് എല്ലാവരുടെയും ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ആ പേരും ആ ശബ്ദവും ജാനകി അമ്മയുടെ പാട്ടുകളും ഒക്കെ തന്നെ. വിനോദ്, ജാനകി അമ്മയുടെ പാട്ടുകളിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഒരു തലമുറയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതല്ല ആ പാട്ടുകളും അതിൻ്റെ ഓർമ്മകളും ഒന്നും. അതൊരു പക്ഷേ ഇപ്പോൾ എനിക്ക് പിന്നാലെ ഉണ്ടാകുന്ന തലമുറകളിലാണെങ്കിൽ പോലും അവർ പോലും പിന്തുടരുന്ന ഗാനങ്ങളാണ് ജാനകി അമ്മ പാടി വെച്ച് നമ്മളെ വിട്ടു പോയിട്ടുള്ളത്. തീർച്ചയായും അനുശ്രീ, അതുതന്നെയാണ്. തലമുറകൾ കടന്ന് ഗാനത്തിന് ഗാനരചനയിൽ മാറ്റമുണ്ടാകുന്നു, സംഗീത സംവിധാനത്തിൽ മാറ്റമുണ്ടാകുന്നു, ഇൻസ്ട്രുമെൻറ്റിൻ്റെ രൂപങ്ങളിൽ മാറ്റമുണ്ടാകുന്നു. എത്ര മാറ്റങ്ങളാണ് കാലഘട്ടത്തിനനുസരിച്ച് സംഭവിക്കുന്നത്. 1957 മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ജാനകി അമ്മ ജോലി നേടുന്നത്. അവിടെ അങ്ങനെ ഒരു ജോലി നേടി പിന്നീട് ഈ പാട്ടിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. വർഷം നോക്കണം, 57. നമ്മളൊക്കെ ജനിക്കുന്നതിന് എത്രയോ വർഷം മുൻപ് പാട്ടിൻ്റെ രംഗത്തെത്തിയ ജാനകി അമ്മ അത് കഴിഞ്ഞ് നമ്മുടെയൊക്കെ തലമുറകളിലൂടെ സഞ്ചരിച്ചു പോകുന്നു. ഇനിയും ആ പാട്ടുകൾ നിൽക്കുമെന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ഈ കോളേജുകളിലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കലാലയങ്ങളിലൊക്കെ നമ്മൾ പല പരിപാടികൾ കവർ ചെയ്യാൻ പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ തേവർ മകനിലെയൊക്കെ ഗാനം, അതിൻ്റെ എത്ര വെർഷനാണ് മാറി മാറി വരുന്നത്. അത് ഞാൻ അത്ഭുതത്തോടെ കാണുന്ന ഒരു കാര്യമാണ്. ഒരു ഘട്ടത്തിൽ ജാനകി അമ്മ പാടി വെച്ച പാട്ട് പിന്നീട് തലമുറകൾ കഴിയുമ്പോൾ അത് റീമിക്സ് ആയിട്ട് വരുന്നു. മറ്റ് പല രൂപങ്ങളിൽ ഇൻസ്ട്രുമെൻ്റ് മാത്രമായിട്ടുള്ള ഒരു സംഗീതം മാത്രം കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപകരണ സംഗീതം മാത്രം കൊണ്ടുള്ള പാട്ടുകളായി അത് വരുന്നു. അങ്ങനെ എത്ര രൂപത്തിൽ, പക്ഷേ അതിൻ്റെ ഒറിജിനൽ രൂപം ജാനകി അമ്മ പാടി വെച്ചതാണ്. അങ്ങനെ ഒരു ഗായിക എത്ര തലമുറകളിലൂടെയാണ് കടന്നു പോകുന്നത്. അത് അറിഞ്ഞും അറിയാതെയും ഒക്കെ തന്നെ ഒരു നദി പോലെ ആ സംഗീത ജീവിതം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അത് ഒഴുകി പോകുന്ന വഴികളിലെ തലമുറ ഒരു പക്ഷേ അത്ര കണ്ട് തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ തിരിച്ചറിയുമോ എന്നതൊക്കെ ഒരു ചോദ്യമായി അവശേഷിക്കുമ്പോഴും ജാനകി അമ്മ ഒരു സത്യമായി, യാഥാർത്ഥ്യമായി, ഒരു നൈർമല്യമായി എല്ലാ ജീവിതങ്ങളിലൂടെയും കേൾവിക്കാരുടെ ഹൃദയത്തിലൂടെ അങ്ങനെ ഒരു നദിയായി, ഒരു സംഗീത നദിയായി ഒഴുകും എന്ന കാര്യം ഉറപ്പാണ്. അനുശ്രീ, ശരി. 60 വർഷത്തെ സംഗീത ജീവിതം, സംഗീത സബരി അവസാനിപ്പിച്ച്, 70 വർഷം നീണ്ട സംഗീത സബരി അവസാനിപ്പിച്ച് ജാനകി അമ്മ നമ്മളെയൊക്കെ വിട്ട് യാത്രയായിരിക്കുകയാണ്. ഇനി ആ ഓർമ്മകളൊക്കെ സംഗീതമായി നമ്മുടെ ഉള്ളിൽ എല്ലാ കാലത്തും ഉണ്ടാകും. ഒരിക്കൽ കൂടി ജാനകി അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്.